കൊളംബിയയിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അവിടെ ഒരു സൈനിക വിമാനം തകർന്നു വീണു എന്നുള്ളതാണ്. 34 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 88 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തിയിൽ പെറുവിനോട് ചേർന്നാണ് ഈ അപകടമുണ്ടായത്. ഹർക്കുലീസ് C-130 വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് തകർന്നത്. പ്രദേശവാസികൾ ചേർന്നാണ് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇത് 110 പേരുണ്ടായിരുന്ന വിമാനത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനവാസ മേഖലയിലാണോ ഈ വിമാനം തകർന്നു വീണത്? മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യമാണോ ഇപ്പോൾ? ഇപ്പോഴും നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 125 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 111 പേർ ആർമി ഉദ്യോഗസ്ഥരും അതുപോലെ 11 പേർ ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരമുള്ളത്. ഇതിൽ 34 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 88 പേർക്കാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് തകർന്നു വീണത്. അപകട കാരണം എന്താണെന്ന് നിലവിൽ ഇതുവരെയും വ്യക്തമായിട്ടില്ല. സംഭവത്തെപ്പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊളംബിയയുടെ തെക്കൻ മേഖലയിൽ ഏതാണ്ട് പെറു അതിർത്തിയോട് ചേർന്നാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടമുണ്ടായ മേഖലയിൽ ആവശ്യത്തിനുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ അധികമില്ലായിരുന്നു. ഇതൊരു ആമസോൺ കാടിൻ്റെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന, ആമസോൺ കാട് തുടങ്ങുന്ന ആ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺ ആയിരുന്നു, ഒരു ചെറു പട്ടണമായിരുന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടങ്ങളിൽ ആവശ്യത്തിനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. തുടർന്ന് ഇവരെ ഇവിടെ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ തകർന്നു വീണത് കാരണം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്താൻ വേണ്ടി മറ്റ് സൈനികർ, മറ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എണ്ണത്തിൽ കുറവായിരുന്നു. അത് കാരണമാണ് പ്രദേശവാസികളടക്കം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. ഇവരെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക സുരക്ഷയൊക്കെ നൽകിയതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സമയമെടുത്തു. അപ്പോൾ അത് കാരണമാണ് മരണസംഖ്യ ഇത്രയധികം, ഒരു 34 ആകാനുള്ള കാരണം. അതുമാത്രമല്ല, ഈ വിമാനം തകർന്നു വീണ വിമാനം എന്ന് പറയുന്നത് ലോക്ക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെർക്കുലീസ് C-130 എന്ന് പറയുന്ന വിമാനമാണ്. ഈ കമ്പനിയിൽപ്പെട്ട വിമാനം ഇതിനു മുൻപേ ബൊളീവിയൻ സേനയുടെ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു വിമാനം തകർന്നു വീണിരുന്നു. ബൊളീവിയയുടെ വളരെ ജനസാന്ദ്രതയുണ്ടായിരുന്ന ഒരു എൽ ആൾട്ടോ എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ വിമാനം തകർന്നു വീണത്. ആ ഒരു അപകടത്തിലും 20 മരണമുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഈ കമ്പനിയുടെ വിമാനത്തിന് തന്നെയാണ് ഇത്തരത്തിലൊരു കേടുപാട് സംഭവിക്കുന്നതും തകർന്നു വീഴുന്നതും. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു സംഭവത്തെപ്പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കൊളംബിയയുടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ അറിയിച്ചത്. സംഭവത്തിൽ അദ്ദേഹം അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മരണസംഖ്യ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ജനവാസ മേഖല ഇപ്പോഴതിൽ 110ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു ഈ കൊളംബിയയുടെ വിമാനത്തിൽ എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. മരണസംഖ്യ ഉയർന്നു എന്ന വാർത്ത, കാര്യമായി ഉയരുന്നു എന്ന വാർത്തയൊക്കെയാണ് പല വിദേശ ചാനലുകളും മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു സമയം കൂടിയാണ് ഇത്.